അപ്പോൾ മച്ചന്മാരെ ഇന്നത്തെ കണ്ടത് എന്താണെന്ന് അറിയാം, ഇന്ന് നമ്മൾ അടിപൊളി ഒരു സംഭവം കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അത് കാണിച്ചു തരുന്നതിന് മുന്നേ ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. കൊഞ്ചൻ ഫ്രൈയിൽ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് പറഞ്ഞിട്ട് നമുക്ക് അടിപൊളി ഫ്രഷ് മീൻ കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന്, അതായത് നമുക്ക് ചോമ്പാൽ ഹാർബറിൽ നിന്ന് പിടിച്ചിട്ടുള്ള ഫ്രഷ് മീൻ നമുക്ക് ഇവിടെ കിട്ടുന്നു പറഞ്ഞിട്ട്. ആ ഒരു സ്ഥലവും അതിന്റെ ചുറ്റുപാടുള്ള കുറച്ച് വിശേഷങ്ങൾ കേട്ടോ. അതായത് കള്ള് ഷാപ്പുണ്ട്, അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു തട്ടുകടയുണ്ട്. അപ്പോൾ ഈ തട്ടുകടയുണ്ട്, അപ്പോൾ അവിടെ കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർന്നിട്ടുള്ള അടിപൊളി വിഷയമാട്ടോ നമ്മൾ ഇന്ന് കാണിച്ചാൽ പറയുന്നത്. മേലെ പടിഞ്ഞാറ് സൂര്യൻ, താഴെ മറയുന്ന സൂര്യൻ, ഇന്നലെ ഈ തറവാട്ടില് തത്തി കളിച്ചൊര പൊൻ സൂര്യൻ, തെല്ലു തെക്കേ പുറത്തെ മുറ്റത്തെ ആറടി മണ്ണിലുറങ്ങയല്ലോ, തെല്ലു തെക്കേ പുറത്തെ മുറ്റത്തെ ആറടി മണ്ണിലുറങ്ങയല്ലോ, ഏതോ ഒരു കർക്കിടരാവ് ആ നല്ല പെണ്ണു ചിരിത വേദനയോടെ പെറ്റവനെ, തെല്ലു തെക്കേ പുറത്തെ മുറ്റത്തെ ആറടി മണ്ണിലുറങ്ങയല്ലോ, തെല്ലു തെക്കേ പുറത്തെ മുറ്റത്തെ ആറടി മണ്ണിലുറങ്ങയല്ലോ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ മച്ചന്മാരെ ഇന്നത്തെ കണ്ടത് എന്താണെന്ന് അറിയാം, ഇന്ന് നമ്മൾ അടിപൊളി ഒരു സംഭവം കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അത് കാണിച്ചു തരുന്നതിന് മുന്നേ ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ചാനലിൽ അത്യാവശ്യം എന്താ പറയുക, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ വളരെ കുറച്ച് ആൾക്കാർ കാണുന്നതിൻ്റെ കൂടെ ജസ്റ്റ് നിങ്ങൾ കാണുന്ന ആൾക്കാരെങ്കിലും നമ്മളോട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് അതിനെ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ലൈക്കും അതുപോലെ തന്നെ കമന്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ഇമ്പ്രൂവ് ആയിരിക്കും കേട്ടോ. നമ്മൾ വീഡിയോ ഇനിയും വീഡിയോ എടുക്കണം എന്നുള്ളതിന്. അപ്പോൾ ഇതിങ്ങനെ വീഡിയോ റീച്ചും വ്യൂവും കുറവ്, കമന്റും ഇല്ല, ലൈക്കും ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ഒരു മുഷിപ്പായിരിക്കും. അപ്പോൾ നമ്മളെന്താ പറയുക, നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത്. നമ്മളെ ലൈഫിലെ ഓർമ്മകൾ വീണ്ടും പിന്നീട് ഒരു അവസരങ്ങളിൽ കാണാനുള്ള ഒരു സംഭവം കൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നമുക്ക് കാണുന്ന ആൾക്കാർ നമ്മൾ എന്താ പറയുക, ഒന്ന് വീഡിയോക്ക് ലൈക്കും അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ട കമന്റ് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ചെയ്യാൻ വേണ്ടി ഒന്ന് ശ്രമിക്കണേ. അപ്പോൾ ഒരു ചെറിയൊരു റിക്വസ്റ്റ് ആയിട്ട് ഒന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമ്മളെ കൊഞ്ചൻ ഫ്രൈയിൽ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് പറഞ്ഞിട്ട് നമുക്ക് അടിപൊളി ഫ്രഷ് മീൻ കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന്, അതായത് നമുക്ക് ചോമ്പാൽ ഹാർബറിൽ നിന്ന് പിടിച്ചിട്ടുള്ള ഫ്രഷ് മീൻ നമുക്ക് ഇവിടെ കിട്ടുന്നു പറഞ്ഞിട്ട്. ആ ഒരു സ്ഥലവും അതിന്റെ ചുറ്റുപാടുള്ള കുറച്ച് വിശേഷങ്ങൾ കേട്ടോ. അതായത് കള്ള് ഷാപ്പുണ്ട്, അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു തട്ടുകടയുണ്ട്. അപ്പോൾ ഈ തട്ടുകടയുണ്ട്, അപ്പോൾ അവിടെ കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർന്നിട്ടുള്ള അടിപൊളി വിഷയമാട്ടോ നമ്മൾ ഇന്ന് കാണിച്ചാൽ പറയുന്നത്. അപ്പോൾ ഇനി എന്തായാലും നേരെ വലിപ്പിക്കുന്നില്ല, നേരെ നമ്മൾ വീഡിയോ പോകട്ടോ. അപ്പൊ ഞാൻ നേരെ നമ്മളെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മീൻ ഉണ്ടാകുന്ന സ്ഥലത്തും അതുപോലെ തട്ടുകടൻ്റെ അടുത്ത് പോയതാണ്. അപ്പോൾ അവിടെ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ അത് നിങ്ങളെ കാണിച്ചു തരാനുള്ള യോഗ ഇല്ല. കാരണം ആടയില്ലമ്മേ വെറും തട്ടുകട മാത്രമേ ഉള്ളൂ, മീൻ വന്നിട്ടില്ല, പിന്നെ കുട്ടികൾ കളിക്കുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ തട്ടുകട ചായക്കുള്ള സാധനം വാങ്ങിയിട്ട് പോകുന്നുണ്ട്. ഞാൻ എന്താക്കി, ഞങ്ങൾക്ക് ചായക്കുള്ള എണ്ണക്കടിയും മാത്രം വാങ്ങി, മുട്ടയും പത്തലും അതുപോലെ 2 ബോണ്ടയും വാങ്ങിയിട്ട് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ അടുത്തൊരു ദിവസം തന്നെ എന്താക്കും പോയിട്ട് എടുക്കും. അപ്പോൾ ഇതുണ്ടാ, ഞാനിപ്പോൾ അവിടെ പോയതിൻ്റെ തെളിവ് കാണിച്ചു തരാം. ഇതുണ്ട് ഗൈസ്, ഞാനിപ്പോൾ അവിടെ പോയിട്ട് അമ്മക്ക് ഇത് പറ്റൂല, എന്ത് പറ്റൂല, എണ്ണയിൽ വറുത്ത പറ്റൂല കേട്ടോ. അപ്പോൾ അമ്മക്ക് ചിക്കൻ്റെ ഉണ്ട, അത് അരിയിൽ ചിക്കൻ വെച്ചിട്ടുള്ള മറ്റേ ആവിയിൽ പോയിക്കുന്ന സാധനം കേട്ടോ. എനിക്ക് നമ്മളെ മയോണീസ് ഒക്കെ ഇട്ടിട്ടുള്ള മുട്ടയും പത്തലും എന്ന് പറയും കേട്ടോ. നമ്മുടെ ഇവിടെ കോഴിക്കോട് മാത്രം കിട്ടുന്ന ഒരു സംഭവം കേട്ടോ, മുട്ടയും പത്തലും. അതായത് നമ്മളെ അരിപ്പത്തിരി ഇല്ലേ, അരിപ്പത്തിരിൻ്റെ ഉള്ളിൽ മുട്ട, അതുപോലെ മയോണീസ്, പിന്നെ ഉള്ളി, പച്ചമുളക്, ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തരും കേട്ടോ. ഇത് തിന്നേണ്ട ഒരു ശൈലി എന്ന് വെച്ചാൽ ഇതാ, ഈ മുട്ടയും കൂടി ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഇതാ ഈ ഒരു ഇത് കടിക്കണം കേട്ടോ. മുട്ടയും മയോണീസും ഉള്ളിയും കൂടി എല്ലാം കൂടി കടിക്കുന്നതാണ്. ഇതാണ് ഈ രീതി കഴിക്കണം. അപ്പോൾ അവിടെ പോയി ഞാനെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന്, അപ്പോൾ വീഡിയോ എടുക്കാൻ നേരത്ത് എന്തില്ല, ആടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എടുക്കാൻ വെച്ചിട്ട് കിട്ടും കേട്ടോ. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഈ കൊല്ലത്തെ ചക്ക, ഫസ്റ്റ് ചക്കയും കിട്ടി, പുഴുങ്ങിയ ചക്ക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പുഴുങ്ങിയ ചക്ക കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോൻ്റെ താഴത്തൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇക്കൊല്ലത്തെ ചക്ക ആദ്യമായിട്ടോ പുഴുങ്ങിയ ചക്ക തിന്നെ. അപ്പോൾ ഞങ്ങളെന്തായാലും ചായ പിടിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വളരെ ചെറിയൊരു വീഡിയോ കേട്ടോ അല്ലമ്മേ. വീഡിയോ ഓക്കെ. അപ്പോൾ ഇതുപോലുള്ള മറ്റു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെയും വരും. അപ്പോൾ അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ.